ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ട. അങ്ങനെ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൽ നീലിമയുടെ പിടിയിൽ നിന്നും സ്തുതി രക്ഷപ്പെട്ടു. സ്തുതി രക്ഷപ്പെട്ട വിവരം അറിഞ്ഞിട്ട് നീലിമ പറയുന്നുണ്ട്, ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്തായാലും അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 50 ലക്ഷം രൂപ ഞാൻ തിരിച്ച് മേടിച്ചെടുത്തേ ഞാൻ അടങ്ങൂ. ഒരിക്കലും ഞാൻ ആ ക്യാഷ് അവന് വിട്ടുകൊടുക്കില്ല. അതിന് ഞാൻ എവിടുന്ന് വേണമെങ്കിലും ആളേനെ ഇറക്കും. ഇതിൻ്റെ പിന്നിലുള്ള കളിയായിരിക്കും ഞാൻ കളിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ ആ 50 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ തിരിച്ച് കാനഡയ്ക്ക് പോകുമെന്നുള്ള ശബ്ദത്തിലാണ് നീലിമ. ഈ സമയത്ത് ചന്ദ്രോദയത്തിലെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നീലിമയുടെ കയ്യിൽ പെട്ടതും ഗുണ്ടകളെ ആക്രമിക്കണതും നീലിമ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതും സംസാരിക്കുന്നതും ഒക്കെ ശ്രുതിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകണം. ആ സമയത്താണ് ശ്രുതി വരുന്നത്. ശ്രുതി വന്നിട്ട് ചോദിക്കുക, എന്താ ശ്രുതി ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോൾ പറയും, ശരിക്കും ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിലുള്ള നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ മരിച്ചു പോകും, മനസ്സുകൊണ്ട് ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ശ്രുതി. അത് എന്തൊരു നിമിഷങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയത്. ഇവൾക്ക് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ പറ്റുന്നു, ഒരു സ്ത്രീക്ക് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ ആ അനുഭവിച്ച ഒരു നിമിഷങ്ങളുണ്ടല്ലോ, ഞാൻ ആ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ ശ്രുതി, അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഇതറിയുള്ളൂ എന്നൊക്കെ പറയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ഇവിടെ വെറുതെ ഇരുന്നു എന്നാണ് വിചാരം. ശ്രുതി, നീ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ജീവനോടുകൂടി തിരിച്ചു വരുന്ന? ശ്രുതി എന്താ വിചാരിച്ചാൽ ഞാൻ ഇവിടെ വെറുതെ ഇരുന്നു എന്നാണ് ശ്രുതിയുടെ വിചാരം. ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി പറയും, സച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും, സച്ചി വന്നില്ലെങ്കിൽ ഞാൻ ഏൽപ്പിച്ച ആൾ വന്നിട്ട് ശ്രുതിയെ രക്ഷിക്കായിരുന്നു. ആരെ നീ ഏൽപ്പിച്ച? ഞാനൊരു ഗുണ്ടേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പേരൊന്നും ഇപ്പോൾ തൽക്കാലം ശ്രുതി അറിയണ്ട. ഇന്നിപ്പോൾ സച്ചി രക്ഷിച്ചില്ലെങ്കിൽ ശ്രുതിനെ അവർ വന്ന് രക്ഷപ്പെടുത്തും. അപ്പോൾ ശ്രുതി പറയും, എന്തൊക്കെയായാലും എനിക്കിപ്പോൾ നന്ദി ഈശ്വരനോടും പിന്നെ സച്ചിയോടാണ്. പറയുമ്പോൾ പറയും, ഈശ്വരനോട് നന്ദി പറഞ്ഞോളൂ, പക്ഷേ സച്ചിയോട് നന്ദി പറയേണ്ട ആവശ്യമില്ല. കാരണം സച്ചി ഇപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നമ്മളിപ്പോൾ ഈ വീട്ടിലുണ്ടാവുമായിരുന്നോ? നമുക്ക് ആ ഷോപ്പ് കിട്ടുമായിരുന്നോ? അതുകൊണ്ട് സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പുകിലെന്താണെന്ന് ശ്രുതി ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സച്ചിക്ക് നന്ദിയൊന്നും പറയണ്ട, ഈശ്വരന് നന്ദി പറഞ്ഞോളൂ. സച്ചിയുടെ സ്വഭാവം ശ്രുതിക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോൾ ശ്രുതി പറയും, അത് ശരിയാ, അതൊക്കെ ശരിയാന്ന് പറയും. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത്, അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് നീലിമയുടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ചമ്മ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അച്ചമ്മ പോകാനുള്ള തയ്യാറെടുപ്പായിട്ട് ബാഗ് കൊടുത്ത് താഴത്തേക്ക് വരുമ്പോൾ അച്ചമ്മ പോവുകയാണോ ചോദിക്കാൻ, രേവതി പോയിട്ട് വരാം മോളെ, ഇവിടെ വയലിൽ പണിക്കാരുണ്ട്, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ വർഷ ചോദിക്കും, പോകണം അച്ചമ്മേ? അച്ചമ്മ ഇപ്പോൾ തന്നെ പോകണം അച്ചമ്മയ്ക്ക് നിൽക്കുക. അപ്പോൾ വർഷ രേവതിക്ക് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ പോകണം അച്ചമ്മയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പോകണം മോളെ, പോവാതിരിക്കാൻ പറ്റില്ല, പോയിട്ട് വരാം അച്ചമ്മ, വേഗം ഇങ്ങോട്ട് വരും പറയും. അപ്പോൾ സച്ചി പറയും, പിടിച്ചു നിർത്തിയാലും നിൽക്കില്ല, അതിലും വേഗം പോയിട്ട് വരിക നല്ലതെന്നൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, അമ്മേ പോയിട്ട് വേഗം വരണേ അമ്മേ എന്നൊക്കെ പറയും. ഞാൻ പോയിട്ട് വേഗം വരാം മക്കളെ എന്ന് പറയാൻ വെച്ചാൽ, ശ്രുതി എവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ അവർ മുകളിലായിരുന്നു. ശ്രുതി അച്ചമ്മ പോവാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ശ്രുതിയും കൂടിയിട്ട് തുള്ളിച്ചാടി ഓടി വരികയാണ്. എന്നിട്ട് ചോദിക്കണേ, അച്ചമ്മ പോവാണ് അച്ചമ്മ നാട്ടിലേക്ക്? അയ്യോ അച്ചമ്മ പോവായി അച്ചമ്മ എന്നൊക്കെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതി ചോദിക്കുന്നത്. അപ്പോൾ അച്ചമ്മ പറയും, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് നിൽക്കൊന്നുമില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും. അച്ചമ്മ എപ്പോഴൊന്നും വരില്ലല്ലോ, ഇനി 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ വരുമല്ലോ? അല്ല ശ്രുതി മോളെ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും പറയുമ്പോൾ ശ്രുതിയുടെ മുഖം വാടുകയാണ്. അപ്പോൾ സച്ചി പറയും, കണ്ടില്ലേ പാർലവേട്ടത്തേക്ക് അച്ചമ്മ പോവാന്നുള്ളതിൻ്റെ സന്തോഷം കണ്ടില്ലേ, മനസ്സിലിരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയണ സച്ചി. അപ്പോൾ പറയും ശ്രുതി, ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അറിയാലോ, ഈ വീട് നോക്കേണ്ടത് നീയാണ്, ഇവിടുത്തെ എല്ലാ ജോലികളും നോക്കേണ്ടത് നീയാണ്, ഈ കുടുംബം നോക്കേണ്ടത് നീയാണ്. രേവതിയുടെ അവസ്ഥ അറിയാലോ, രേവതിയുടെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം, കേട്ടല്ലോ ചോദിക്കുമ്പോൾ അത് ഇനി അച്ഛൻ പ്രത്യേകിച്ച് പറയണം, ഞാൻ എല്ലാം നോക്കും, രേവതിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊണ്ട്, എനിക്ക് അറിഞ്ഞോട്ട് രേവതി ഈ അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, കണ്ട അച്ഛമ്മ പോണതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ ഈ വാക്കുകളിലൊക്കെ ഇങ്ങനെ പ്രകടമാവണത് എന്നൊക്കെ പറയാണ്. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ മക്കളെ പറയും. ഇപ്പോൾ വർഷ പറയാൻ രേവതിച്ച് അച്ഛമ്മേനെ ഒന്ന് അങ്ങോട്ട് യാത്രയാക്കിയിട്ട് ഞാൻ വരാട്ടോ പറഞ്ഞിട്ട് വർഷം എല്ലാവരും കൂടി പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയിട്ട് രവീന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രേവതി കരയണതാണ് കാണുന്നത്. എന്തിനാ എൻ്റെ മോള് കരയണമെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പോയില്ലേ അച്ഛന്ന് ചോദിക്കുമ്പോൾ, അച്ഛമ്മ പോയെങ്കിൽ എന്താ, ഞങ്ങളെല്ലാവരും ഇല്ലേ നിനക്ക്? എന്നാലും പെട്ടെന്ന് അമ്മ പോയി അച്ഛമ്മ പോയി വീടാകെ ശൂന്യമായ പോലെ പറഞ്ഞിട്ട് രേവതി കരയുമ്പോൾ രവീന്ദ്രൻ പറയും, എൻ്റെ മോൾ എന്തിനാ വിഷമിക്കണേ? ഒരു വിഷമിക്കണ്ട കേട്ടോ, അച്ഛനില്ലേ ഇവിടെ എല്ലാവരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ഛമ്മേനെ യാത്രയാക്കി. അത് കഴിഞ്ഞ് ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിൽ. അപ്പോൾ ശ്രുതി പറയണം, അച്ഛമ്മ പോയി, ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേഗം പുറപ്പെട്ടിട്ട് പോവാം, പോയിട്ട് നമുക്ക് പോയിട്ട് വരാം, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പണി ചെയ്യില്ല, അങ്ങനെ വിചാരിച്ചിരിക്കും വേണ്ട ആരും, ഞാൻ ഇവിടുത്തെ അടിമയൊന്നുമല്ല, ഞാൻ വേഗം പുറപ്പെട്ട് റെഡി ആയിട്ട് വരാം ശ്രുതി, എന്നിട്ട് നമുക്ക് രാത്രി തിരിച്ചു വരാം, ഞാൻ എന്തായാലും 3 നേരത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നീലിമയുടെ കോള് വരുന്നു. അപ്പോൾ ശ്രുതി പറയും, ദേ അവളാണ് വിളിക്കുന്നത് പറയും. അപ്പോൾ ശ്രുതി പറയും, എടുക്ക് ശ്രുതി, എടുത്തിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടുക പറയും.
അപ്പോൾ ശ്രുതി ഫോൺ എടുത്തിട്ട് പറയും, നീ എന്താ വിചാരിച്ചാൽ ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചൂലേ? നിൻ്റെ അടവുകളൊന്നും നടന്നില്ലല്ലോ, നിൻ്റെ പ്ലാനൊന്നും നടന്നില്ലല്ലോ, നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, നിനക്ക് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നന്നായിക്കൂടെ എന്നൊക്കെ ചോദിക്കാണ് ശ്രുതി. അപ്പോൾ നീലിമ പറയും, നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടടാ, 5-6 ആൾക്കാർ മിഷ്യൻ ഗണ്ണും കൊണ്ട് വന്നിട്ട് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്ന് വിചാരിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നീലിമ അടങ്ങിയിരിക്കുമെന്നല്ല, നീലിമ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. ഞാൻ 50 ലക്ഷം രൂപ തിരിച്ചു മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു മേടിക്കും. അത് നിൻ്റെ ജീവൻ അപായപ്പെടുത്തിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും എൻ്റെ ആളുകളെ എവിടെ നിന്ന് വേണമെങ്കിലും ഞാൻ ഇറക്കും. ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ നാട്ടിൽ നിന്ന് ഇറക്കും, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറക്കും, ചിലപ്പോൾ കാനഡയിൽ നിന്ന് ഇറക്കും. അതിനുവേണ്ടി എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തായാലും ഞാൻ ഇനി ആ 50 ലക്ഷം രൂപ തിരിച്ചെടുത്തേ ഞാൻ ഇനി അടങ്ങും. നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട പറയാണ് നീലിമ ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയും, നീ എന്താ ചെയ്യടി? അപ്പോൾ നീലിമ പറയും, നീ എന്താ വിചാരിച്ച 5-6 ഗുണ്ടകളെ കൊണ്ടുവന്നാൽ ഇപ്പോൾ ജയിച്ചു വെച്ചിട്ട് എന്നും ജയിക്കാമെന്ന് അങ്ങനെ വിചാരിക്കേണ്ട ശ്രുതി പറയാണ്. അപ്പോൾ ശ്രുതി പറയും, നീ എന്താ നിൻ്റെ തരം പോലെ ചെയ്യടി, പേടിപ്പിക്കാതെ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ശ്രുതിയും കൂടി സംസാരിക്കണം. മിഷ്യൻ ഗണ്ണും കൊണ്ട് ആൾക്കാർ വന്നത്. എന്താ നീലിമ പറയണത്? ശ്രുതി സച്ചിയല്ലേ രക്ഷിച്ചത്? അപ്പോൾ ശ്രുതി പറയും, അതേ, സച്ചി ഒറ്റയ്ക്ക് വന്നിട്ട് എന്നെ രക്ഷിച്ചത്, ഒരു മിഷ്യൻ ഗണ്ണും കൊണ്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയണം. എന്തായാലും നമുക്കിനി പറഞ്ഞ സമയങ്ങൾ എൻ്റെ ശ്രുതി, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം, നമുക്ക് പോകണ്ടേ ചോദിക്കുകയാണ് ശ്രുതി തുള്ളിച്ചാടിയിട്ട്. ഈ സമയത്ത് വർഷ രേവതിയുടെ അടുത്ത് ഇരുന്നിട്ട് പറയാണ്, വർഷയ്ക്ക് ഫോൺ വരാണ്. ഫോൺ എടുത്തിട്ടാണോ, താങ്ക് യു സാർ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ വരാം സാർ എന്ന് പറയണം. രേവതി ചേച്ചി ഒരു വിഷമിക്കേണ്ട കേട്ടോ, ഇന്ന് എനിക്ക് ഹാഫ് ഡേ ലീവാണ്, ശ്രീകാന്തിന് ലീവാണ്, ഞങ്ങൾ 2 പേരും ചേച്ചിയുടെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രീകാന്ത് ചേച്ചിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരൂ കേട്ടോ, ഒരു വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഭയങ്കര സന്തോഷത്തോടുകൂടി രേവതിയോട് പറയണേ, എനിക്കിന്ന് ചേച്ചിയുടെ അടുത്ത് ഇരിക്കാമല്ലോ ഉച്ചവരെ എന്ന് പറയണം. അപ്പോൾ രേവതി വരും, പക്ഷേ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം വർഷ വരെ. ഇപ്പോൾ എടുത്തിട്ട് വരാട്ടോ പറഞ്ഞിട്ട് വർഷ രേവതിക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് ചന്ദ്രോദയത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണം. ചന്ദ്രോദയത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ആ കാറിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ രേവതി ഇങ്ങനെ ആലോചിക്കണം, ഇത് ആരപ്പത് ഇങ്ങനെ വന്നേക്കണേ എന്നിങ്ങനെ വിചാരിക്കണം. അപ്പോൾ കാർ ഇറങ്ങണോ, പെൺകുട്ടി ഇറങ്ങണോ, ഡ്രൈവർ വന്നിട്ട് ലഗേജ് ഇറക്കി വെക്കണോ, പൈസ മേടിക്കണോ, പോകണം. അപ്പോൾ പെൺകുട്ടി ഇങ്ങനെ കയറി വരികയാണ്, പെട്ടിയും കൊണ്ട് വന്നിട്ട്, ഹലോ സുഖാണോ കുട്ടി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി, കുട്ടിയാ? ഞാൻ കുട്ടിയൊന്നുമല്ലല്ലോ. ആയിക്കോട്ടെ, സുഖമാണോ ചോദിക്കുകയാണ്. അപ്പോൾ അത്ര സുഖമൊന്നുമില്ല, കണ്ടില്ല എൻ്റെ കാലൊടിഞ്ഞിരിക്കുകയെന്ന് പറയും. അയ്യോടാ പാവം. അപ്പോൾ ചോദിക്കും, കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നുമല്ല. അപ്പോൾ പറയും, എൻ്റെ സച്ചി എനിക്ക് കുട്ടിയാണല്ലോ. അപ്പോൾ സച്ചിയുടെ ഭാര്യ രേവതി എനിക്ക് കുട്ടിയല്ലോ. സച്ചി കുട്ടിയോ? അപ്പോൾ അതാരപ്പോൾ ഈ സച്ചിയേട്ടൻ പറയണ ഈ ആൾ എന്നിങ്ങനെ ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണ സമയത്ത് അവനെവിടെ സച്ചി എന്ന് വിളിക്കുകയാണ്. സച്ചി എന്ന് വിളിക്കുമ്പോൾ സച്ചി അകത്തുനിന്ന് വന്നിട്ട് ഈ പെൺകുട്ടീനെ കണ്ടിട്ട് സച്ചി അന്തം വിട്ട് ആമീ പറഞ്ഞിട്ട് ആശ്ചര്യത്തോടൊരു വായ തുറന്നിരിക്കുന്ന സമയത്ത് അവൾ ഓടി വന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കാനാണ് രേവതിക്ക് ആകെ കിളി പോയിരിക്കുക. എന്താ അവിടെ നടക്കണേ എന്നിങ്ങനെ ആലോചിച്ചിട്ട് രേവതി ആകെ കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടോ. സച്ചി ഓടി വന്ന് ആ കുട്ടീനെ കെട്ടിപ്പിടിക്കണം. പിന്നെ രേവതിനെ നോക്കണില്ല. ആ പെൺകുട്ടീനെ കൊണ്ട് ആമി പറഞ്ഞ പെൺകുട്ടീനോട് അകത്തേക്ക് പോവാണ്. ആ ഭാഗത്താണ് ഇന്നത്തെ ക്ലൈമാക്സ്. അപ്പോൾ ഇനി നാളെ തൊട്ടിട്ട് രേവതിയുടെ സച്ചിൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും സംഭവിക്കാമുണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറയുക, എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.